my dear students, welcome to ASAP. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈ വർഷത്തെ RRB ALPയുടെ നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷനിലെ വിശേഷങ്ങളെന്ന് നോക്കാം. ഈ വർഷത്തെ RRB ALP നോട്ടിഫിക്കേഷനകത്ത് റെയിൽവേ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എത്ര വേക്കൻസിയാണ് അതല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലോട്ട് പോവാം. എന്ന് തൊട്ടിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ തന്നേക്കുന്നുണ്ട് 15/5/2026 തൊട്ട് 14/6/2026. അതായത് നമുക്ക് ജൂൺ 14 വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ഫോർ ദ സബ്മിറ്റഡ് അപ്ലിക്കൻസ്. നമുക്ക് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തേക്കുന്നുണ്ട് 16/6/2026. അത് കഴിഞ്ഞ ശേഷം അതിനകത്ത് കുറച്ച് കറക്ഷൻ വിൻഡോ, അതായത് നമുക്ക് എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് 17/6/2026 തൊട്ട് 26/6/2026 വരെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ALP എന്ന് പറയുന്നത് ഒരു പേ ലെവൽ 2 പേ സ്കെയിൽ ഉള്ളതാണ്. ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 19,900 ആണ്. ഇതിനകത്ത് ഇനീഷ്യൽ പേയ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. എന്നാലും നിങ്ങളുടെ കയ്യിൽ എന്താണെങ്കിലും ഒരു 40-45 പ്ലസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A1 ഫിറ്റ്നസ് ആണ് കേട്ടോ. A1 ഫിറ്റ്നസ് ഉള്ള ആളുകളെ മാത്രമേ എന്തായിട്ട് എടുക്കുകയുള്ളൂ, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഇനി അടുത്തത് ഏജ് ലിമിറ്റ് നോക്കൂ. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വേക്കൻസീസ് എല്ലാ RRBയിലും കൂടെ ചേർത്തി 11,127 വേക്കൻസിയാണ് റെയിൽവേ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടെ വേക്കൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏജ് എന്ന് പറയുന്നത് 18 തൊട്ട് 30 വയസ്സ് വരെ ആവണമെന്ന്. അപ്പോൾ നമുക്ക് ഏജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഡേറ്റിനനുസരിച്ചിട്ടാണ് നോക്കുക. ഇവിടെ പറയുന്നുണ്ട് നോക്ക്, ഏജ് ആസ് ഓൺ 1/7/2026. 1/7/2026 മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 18 വയസ്സ് തികയും വേണം. അതുപോലെ തന്നെ 30 വയസ്സിൽ കൂടാനും പാടില്ല. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ് കേട്ടോ. കാറ്റഗറി വൈസ് ഉള്ള ഏജ് റിലാക്സേഷൻ നോക്കാം. നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി നിങ്ങൾ OBC NCL ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത്. ഇനി അടുത്തൊക്കെ ഇവിടെ എക്സ് സർവീസ്മെൻ ആണ് ഇങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകൾ. ഇനി അതുപോലെ തന്നെ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D റെയിൽവേയിൽ തന്നെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് സ്റ്റാഫിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർവീസ് തൊട്ടിട്ട് 3 വർഷം വരെ കിട്ടും എന്നുള്ള രീതിയിൽ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏജ് റിലാക്സേഷൻ ആണ് കേട്ടോ. കാറ്റഗറി വൈസ് ഉള്ള ഏജ് റിലാക്സേഷൻ ആണ് നോക്കുന്നത്. നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങളൊരു OBC NCL ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. ഈ താഴെ നിങ്ങൾക്ക് എക്സ് സർവീസ്മെൻ ആണ്, അതല്ല നിങ്ങൾ ഒരു ഗ്രൂപ്പ് D അല്ലെങ്കിൽ ഗ്രൂപ്പ് Cയിലൊക്കെ വർക്ക് ചെയ്യുന്ന റെയിൽവേയിലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഏജ് റിലാക്സേഷനൊക്കെ ഇതിനകത്ത് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. നമുക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണ് റെയിൽവേക്ക് നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്ക്, ഇവിടെ പറയുന്നുണ്ട് ഫോർ ആൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് കാറ്റഗറീസ് മെൻഷൻ ബിലോ അറ്റ് സീരിയൽ നമ്പർ SN2. ഈ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാത്ത ബാക്കി എല്ലാ കാറ്റഗറീസും 500 രൂപയാണ് അടയ്ക്കേണ്ടത്. അതായത് ജനറൽ കാറ്റഗറീസ് 500 രൂപ ഫീ പേയ്മെൻറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 1 എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നുണ്ട് 400 രൂപ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാങ്ക് ചാർജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം 400 രൂപയിൽ കൂടുതൽ റീഫണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 400 രൂപയാണ് പറയുന്നത്, പക്ഷെ 400 രൂപയിൽ കൂടുതൽ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് SC/ST അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് ഓർ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടേണ്ടത്, 250 രൂപ. 250 രൂപയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നൽകേണ്ടത്. അതുപോലെ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ CBT 1 എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് റീഫണ്ട് ചെയ്യപ്പെടും. 250 എന്നുള്ളത് ഒരു 230, 238 ആ റേഞ്ചിലായിട്ട് തന്നെ ബാങ്ക് ചാർജ് ഒഴിച്ച് ബാക്കി എല്ലാതും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് ഈ എക്സാമിന് എന്തൊക്കെ പഠിക്കണം. ഇതിനകത്താണ് റെയിൽവേ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് എക്സാമിന് CBT 1 എന്ന് പറയുന്നത് മാത്സ് ഉണ്ടായിരുന്നു,
അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി അഥവാ റീസണിങ് ഉണ്ടായിരുന്നു, ജനറൽ സയൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിന് ഒരു സെക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ റെയിൽവേ എക്സാം കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പാടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് മാത്സ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് നമുക്കറിയാം, അരിതമെറ്റിക് ആൻഡ് അഡ്വാൻസ് ആയിട്ടുള്ള മാത്സ്. അത് കഴിഞ്ഞ ശേഷം മെൻ്റൽ എബിലിറ്റി, അതെന്ന് പറഞ്ഞാൽ റീസണിങ് ആണ്. അത് കഴിഞ്ഞ ശേഷം വരുന്നത് ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th ലെവൽ വരെയുള്ള ഈ ഒരു 3 ടോപ്പിക്കും കൂടിയാണ് നിങ്ങൾക്ക് ജനറൽ സയൻസിനകത്ത് വരുന്നത്. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഈ വർഷം തൊട്ടിട്ട് നിങ്ങൾക്ക് CBT 1 ഇല്ല. അപ്പോൾ നമ്മളിനി CBT 2 എന്തെല്ലാം വരും നോക്കാം. CBT 2 പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് 2 ടോപ്പിക്കാണുള്ളത്. നേരത്തെ പോലെ തന്നെ പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് ബിക്കകത്ത് വരുന്നത് നിങ്ങൾ പഠിച്ചേക്കുന്ന ട്രേഡ് സബ്ജക്റ്റ് ആണ്. ഇതിനകത്ത് 35% മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ പാർട്ട് ബി ക്വാളിഫൈ ആവുള്ളൂ. പാർട്ട് ബി ക്വാളിഫൈ ആയാൽ മാത്രമേ പാർട്ട് എ എന്ത് ചെയ്യുള്ളൂ, ഇവാലുവേഷന് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് പാർട്ട് എക്കകത്ത് ഏതൊക്കെയാണ് സിലബസ് വരുന്നത്. ഒന്ന് വരുന്നത് മാത്സ് ആണ് വരുന്നത്, രണ്ടാമത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, മൂന്നാമത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ CBT 1 സയൻസ് നമ്മൾ പഠിച്ചേക്കുന്ന സയൻസും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിന് നിങ്ങൾ പഠിച്ചേക്കുന്ന ബേസിക് എഞ്ചിനീയറിംഗ് അത് ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചേക്കുന്ന സബ്ജക്റ്റാണ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പാർട്ട് ബിയിലെ സിലബസ് ഒന്ന് നോക്കാം. പാർട്ട് ബിക്കകത്ത് നമ്മൾ പറഞ്ഞു നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡിൽ 35% മാർക്ക് കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ, ക്വാളിഫയിങ് ആവുള്ളൂ. അത് നിങ്ങൾ ഇലക്ട്രിക്കലാണ്, നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണ്, അതല്ല നിങ്ങൾ മെക്കാനിക്കലാണ്. അത് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് പറ്റാവുന്ന ട്രേഡ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ 35% മാർക്ക് കിട്ടുന്ന രീതിയിൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് CBAT, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിനകത്തും റെയിൽവേ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടുന്ന CBT 2 കിട്ടുന്ന 70% മാർക്കും അതുപോലെ തന്നെ CBAT കിട്ടുന്ന 30% മാർക്കും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള ഒരു കട്ട് ഓഫ് ഇട്ടിരുന്നത്. ഇത്തവണ അതിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത്തവണ 50-50%, അതായത് പകുതി മാർക്കാണ് CBATക്കുള്ളതും അതുപോലെ CBT 2 മാർക്കും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് DVക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതും റെയിൽവേ കൊണ്ടുവന്നേക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് സോൺ വൈസ് വേക്കൻസിയാണ് കേട്ടോ. അപ്പം കുറച്ച് സോൺസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ UR വേക്കൻസി, ജനറൽ വേക്കൻസി എന്ന് പറയുന്നത് 43 ആണ്. അതുപോലെ തന്നെ OBC എന്ന് പറയുന്നത് 7 വേക്കൻസിയാണുള്ളത്. ഇനി നിങ്ങൾ ചെന്നൈ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ അവിടെ ചെന്നൈയിൽ നമുക്ക് വേക്കൻസി വരുന്നത് 93 വേക്കൻസിയാണ് ജനറൽ വേക്കൻസി വരുന്നത്. അതുപോലെ തന്നെ OBC വേക്കൻസി വരുന്നത് 41 ആണ്. ഇനി അതല്ല നിങ്ങൾ കുറച്ചുകൂടി വേക്കൻസി നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് നല്ലതായിട്ടുള്ളത്, ഒന്ന് സെക്കന്ദരാബാദ് ആണ്, അതുപോലെ തന്നെ മുംബൈ ആണ്. നിങ്ങൾ OBC ആണെന്നുണ്ടെങ്കിൽ സെക്കന്ദരാബാദിൽ ഇവിടെ 213, 228, ഏകദേശം 435 ആ ഒരു റേഞ്ചിനകത്ത് വേക്കൻസി ഇവിടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ മുംബൈ ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുംബൈക്കകത്ത് ജനറൽ വേക്കൻസി 290, 32, 14 3 റീജിയണിലായിട്ട് നിങ്ങൾക്ക് വേക്കൻസി കാണപ്പെടും. അതുപോലെ തന്നെ OBC ആണെങ്കിൽ ഏകദേശം ഒരു 360-നടുത്ത് വേക്കൻസി മുംബൈയിലുണ്ട്. നിങ്ങൾ തിരുവനന്തപുരം സോണിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ വേക്കൻസി കുറവാണ്. പക്ഷേ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വേക്കൻസി ആണെങ്കിലും OBC ആണെങ്കിലും മതി. അതുപോലെ തന്നെ ഇവിടെ 43 വേക്കൻസി ഉണ്ട്. അവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്താണെങ്കിലും കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേക്കൻസി ഉള്ളിടത്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കന്ദരാബാദും അതുപോലെ തന്നെ മുംബൈയും നല്ല ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ അവിടെ വേക്കൻസി കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ കോമ്പറ്റീഷൻ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ RRB ALP നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. അതിനകത്ത് OBC, SC ഇതുപോലത്തെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുക, അത് നേരത്തെ തന്നെ എടുത്തു വെക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്